നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത തികച്ചും സങ്കടമുളവാക്കുന്നതായിരുന്നു. ചാർലി കിക്ക് എന്ന മനുഷ്യൻ്റെ ധീര മരണമായിരുന്നത്. ഒരുവനെ ഒടുക്കുവാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ കാതടപ്പിക്കുന്ന വെടിയൊച്ചയായിരുന്നതെങ്കിലും ആ ശബ്ദത്തിൻ്റെ നിഷ്ഠൂരതയ്ക്ക് ആയിരങ്ങളെ ഉത്തേജിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വെടിയുതിർത്തവർക്ക് ഇല്ലാതെയായിപ്പോയി. കാരണം ഭീരുക്കളാണ് ആയുധങ്ങളെ കൂട്ടുപിടിച്ച് ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ധീര പോരാളികൾ ഒരിക്കലും മരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം വെറും ശാസ്ത്രവാക്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ യുദ്ധഭൂമിയിൽ പ്രതിഫലിക്കേണ്ട ശക്തിയാണത്. ഈ സത്യത്തെ തൻ്റെ ജീവൻ കൊണ്ട് ധീര നിലപാടുകൾ കൊണ്ടും തെളിയിച്ച ഒരാളായിരുന്നു ചാർലി കിക്ക്. അമേരിക്കയിലെ രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം വെറും കോൺസർവേറ്റീവ് നേതാവായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ സത്യത്തിനായി പൊരുതിയിരുന്ന ഒരു ധീര പോരാളിയായിരുന്നു അദ്ദേഹം. വിശ്വാസത്തിൻ്റെ ശുദ്ധതയെ അവഹേളിക്കുന്ന സാംസ്കാരിക പ്രവണതകൾക്കെതിരെ അദ്ദേഹം തുറന്ന് ശക്തമായി ശബ്ദിച്ചു. ഭാവിയുടെ ശുഭതയ്ക്ക് വേണ്ടി സംസാരിച്ചു. അച്ചടക്കത്തിന് വേണ്ടി യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു. അനീതിക്കെതിരെയും അശ്ലീല മാർഗങ്ങൾക്കെതിരെയും ശക്തിയുക്തമെതിർത്ത യുവത്വമായിരുന്നു ചാർലി കിക്ക്. ബൈബിൾ മൂല്യങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ യുവാക്കളെ സുവിശേഷത്തിൻ്റെ വിത്തുകളായി വളർത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. രക്തത്തിൻ്റെ ചുവപ്പുരേഖകളാൽ ചരിത്രം വരച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നു, പ്രത്യേക ക്രൈസ്തവ അനുഭാവികളുടെ. ലോകത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ, സത്യങ്ങൾ, വിപ്ലവങ്ങൾ എല്ലാ മനുഷ്യൻ്റെ രക്തത്തിൽ മുദ്രയിട്ടവയാണ്. എന്നാൽ അതിൽ ഏറ്റവും അത്ഭുതകരമായ പ്രതിഭാസം ക്രിസ്തു സഭയുടെ വളർച്ചയാണ്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന് തെർത്തുല്യൻ ഉദ്ധരിച്ച അമർവചനം ചരിത്രത്തിൻ്റെ അസംഖ്യ അധ്യായങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവമക്കളെ കൊന്നുമുടിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വേരുകൾ കരിഞ്ഞു പോകുമെന്ന് വൃഥാധരിച്ചു പ്രവർത്തിച്ച സാമ്രാജ്യ അധിപന്മാരും ഭരണകൂടങ്ങളിൽ ഒടുവിൽ സ്വയം അവശിഷ്ടങ്ങൾ മാത്രമായി മാറി. ചരിത്രത്തിൻ്റെ ശവക്കുഴികളിൽ കുഴഞ്ഞു വീണു. ഇന്ന് കുഴിമാടങ്ങളുടെ കൽത്തറയിൽ ക്രൈസ്തവ വിരോധികൾ ക്ലാവ് പിടിച്ചു ഭൂമിക്ക് വളമായി മാറുമ്പോൾ ക്രൈസ്തവ നാമം ഉരുവിട്ട അനുയായികളുടെ ഉതിർന്നു വീണ രക്തത്തിൻ്റെ മാറ്റുലികൾ ഓരോ മുക്കിനും മൂലയിലും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അന്നെറിഞ്ഞ വചനവിത്തുകൾ 1000 ഫലങ്ങളായി അവിടെയും ഇവിടെയും പുഷ്ടിയേകുന്ന മാർഗങ്ങളായി പരിലസിക്കുന്നു. മനുഷ്യന് മതത്തെ നിയന്ത്രിക്കാം, പക്ഷെ അതിനുമപ്പുറം ചിന്തനീയമായ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണയുടെ മിഥ്യാവിലാസം മാത്രമാണ്. എല്ലാം നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള മനുഷ്യൻ്റെ ഭ്രമം മണലിൽ കോട്ട കിട്ടുന്നത് പോലെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറ കഥകളിൽ വിരാജിച്ചു നിന്ന ഡയോക്ലീസ്, ഹെറോദാസ്, പൊന്തിയസ് പിലാത്തോസ് എന്നിവർ കരുതിയത് ക്രിസ്തുവിനെയും അവൻ്റെ അനുയായികളെയും രക്തത്തിലാഴ്ത്തിയാൽ വിശ്വാസത്തിൻ്റെ ശിഖരം ഒരിക്കലും തെളിയുകയില്ല എന്നാണ്. പക്ഷേ ചരിത്രം തെളിയിച്ചത് ദൈവത്തിൻ്റെ സത്യത്തെ രക്തത്തിലാഴ്ത്തിയാൽ അത് ഇരട്ടി ശക്തിയോടെ ഉയർത്തെഴുന്നേക്കുമെന്നതാണ്. റോമിൽ ക്രിസ്ത്യാനികളെ തീ കത്തിയ വിളക്കുകളാക്കി കൊളുത്തിയപ്പോൾ ഭരണാധികാരികളും കുൽസിത പ്രവർത്തകരും കരുതിയത് ഭയം വഴി ക്രിസ്ത്യാനിത്വത്തെ, വിശ്വാസത്തെ വിഴുങ്ങിക്കളയാമെന്നതാണ്. എന്നാൽ ജനങ്ങൾ കണ്ടത് തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സ്തോത്രഗാനങ്ങളായിരുന്നു. ആ ഗാനങ്ങൾ റോമിൻ്റെ ആത്മാവിനെ വിറപ്പിച്ചു, റോമിൻ്റെ ഭരണാധികാരികളുടെ മുട്ടുകൾ ആടിപ്പിച്ചു. നാശത്തിൻ്റെ പ്രതീകമായാണ് രക്തത്തെ സാധാരണയായി കാണപ്പെടുന്നതെങ്കിലും എന്നാൽ വിശ്വാസത്തിനായി ചൊരിഞ്ഞ രക്തം ജീവൻ്റെ വിത്തുകളായി മാറുന്നു. ഗോത്രവംശങ്ങളുടെ രക്തസാക്ഷികൾ, റോമിലെ കൊളോസിയങ്ങളിൽ കാളയോടും വാളിനോടും ഏറ്റുമുട്ടി മരിച്ച ഭക്തർ, ലോകത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ പോലും മരിച്ച രക്തസാക്ഷികൾ ഓരോരുത്തരും ഭൂമിയെ ആത്മീയ വിളവിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിത്ത് മണ്ണിനിടയിൽ കുഴിച്ചിടുമ്പോൾ അത് മരിക്കണം എന്നുള്ളത് അലിഖിത നിയമമാണ്. എന്നാൽ ആ മരണം തന്നെയാണ് അതിൻ്റെ ഉയർപ്പ്. അതുപോലെ രക്തസാക്ഷികളുടെ മരണം സഭയുടെ വളർച്ചയുടെ തുടക്കമാണ്. യോഹന്നാൻ 12:24 യേശു പറഞ്ഞതുപോലെ ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ചരിത്രം നിറഞ്ഞു നിൽക്കുന്നത് ക്രൂരതയുടെ പരിഹാസ്യങ്ങളാൽ ആണ്. എന്നാൽ പരിഹാസശരങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പാവനമായ പദസഞ്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞ സത്യവചനത്തെയും അതിൻ്റെ പിന്തുടർച്ചകളെയും ഒതുക്കാൻ കഴിയുമെന്ന ആഗ്രഹം വെറും വൃഥാമോഹമാണെന്നുള്ള തിരിച്ചറിവ് ഒരിക്കൽ കാലം തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. പരിഹസിച്ചവരെ കൊണ്ട് പരിഗണിക്കപ്പെടുന്ന കാലം വിദൂരമല്ല. ക്രിസ്തുവിനെ ക്രൂശിച്ച പീലാത്തോസിൻ്റെ കൊട്ടാരം, അവിടെ ഉണ്ടായിരുന്ന ആധിപത്യം എല്ലാം പൊടിയായി മാറി. ബുദ്ധി പറഞ്ഞുകൊടുത്ത പൈശാചിക ബുദ്ധിമണ്ഡലത്തെ ആനയുടെ മതം ഇളകുന്നത് പോലെ ദൈവം ഇളകിപ്പിച്ചു.
നിമിഷ നേരത്തെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ആർത്തിളകുന്ന ജനസമുദ്രത്തോട് ചേർന്ന് നിർമ്മലനെ ആക്രോശിച്ച ബറബാസ് പോലും മനം തകർന്ന് യേശുവിൻ്റെ കാൽപാദത്തെ ചുംബിക്കാനായി ആഞ്ഞുവെന്നാണ് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കോറിയിട്ടിരിക്കുന്നത്. ശരീരം മുഴുവൻ ചാൽ പോലെ ദാക്ഷിണ്യമില്ലാതെ കീറി കോറിയിട്ടിട്ടും മടുക്കാതെ ശ്വാസം ബാക്കിയുണ്ടാകുമോ എന്നുള്ള പ്രാണഭയത്താൽ ഹൃദയത്തിൽ ആഴ്ന്നിറക്കിയ ശരമേന്തിയ പടയാളികൾ പോലും ഒരു നിമിഷം വ്യഥയാർന്ന് ഹൃദയം പൊടിഞ്ഞു കാണും, അല്ലെങ്കിൽ കാലം പൊടിയിച്ചു കാണും. എന്നാൽ നെഞ്ചോട് ചേർന്നിരുന്ന് സത്യം സുവിശേഷ വക്താക്കളായി മാറിയ ഗലീലിയിലെ മത്സ്യത്തൊഴിലാളികളുടെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം മുഴങ്ങുന്നു. സാമ്രാജ്യങ്ങളുടെ പൊൻസിംഹാസനങ്ങൾ വിശ്വാസത്തിൻ്റെ വാളിന് മുമ്പിൽ കളിപ്പാട്ടം മാത്രമായി മാറി. മനുഷ്യൻ അടിച്ചമർത്തിയാലും ദൈവം ഉയർത്തുന്നു, മനുഷ്യൻ അടച്ചുപൂട്ടിയാലും ദൈവം തുറക്കുന്നു. ദൈവമക്കളെ നശിപ്പിച്ചാൽ ക്രിസ്തീയത ഇല്ലാതെയാകും എന്ന് കരുതരുത്. ഇരുട്ട് സൂര്യനെ വിഴുങ്ങും എന്ന് കരുതുന്നത് പോലെയാണ്. ക്രിസ്ത്യാനികളെ കൊന്നുവാരിയ കാലങ്ങളിൽ സഭ ഗുപ്തമായി വളർന്നു. പിന്നീടവർ പുറത്തു വന്നത് ലോകത്തെ പ്രകാശിപ്പിച്ചു. ചരിത്രത്തിലെ ഓരോ രക്തസാക്ഷിയുടെ മരണം ദൈവത്തിൻ്റെ രാജ്യം വിജയത്തിൻ്റെ പുതിയ അധ്യായം തുറക്കുന്നതിനായിട്ടുള്ള മുദ്രാവാക്യങ്ങളായി മാറി. രക്തസാക്ഷികളുടെ കഥകൾ വെറും ചരിത്രമല്ല, അവ ദൈവത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്ന പ്രവചനങ്ങളാണ്. പീഡനം ഏറെയുണ്ടെങ്കിലും ഇന്നും ദൈവം തൻ്റെ സഭയെ സംരക്ഷിക്കുന്നു. മനുഷ്യരുടെ വാളുകൾ കൊണ്ടോ നാവിൻ്റെ ദ്രംഷ്ടകൾ കൊണ്ടോ നിയമസംഹിതയുടെ അടിച്ചമർത്തലുകൾ കൊണ്ടോ സഭയെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. കാരണം സഭയുടെ അടിത്തറ യേശുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമാണ്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്നുള്ള വാചകം വെറും കവിതയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ജീവിച്ചിരിക്കുന്ന സത്യമാണ്. മനുഷ്യൻ കൊള്ളയടിച്ചാലും കൊന്നുമുടിച്ചാലും ദൈവത്തിൻ്റെ സഭ ഒരിക്കലും നശിക്കുകയില്ല. കാരണം വിളകൾ വിളയാനുള്ളതാണ്, വളയാനുള്ളതല്ല. വിളകൾ ജീവന് ആധാരത്തിനായിട്ടുള്ളതാണ്, ജീവനെ അട്ടിച്ചമർത്താൻ വേണ്ടിയുള്ളതല്ല. വിളകൾ സമൃദ്ധിയിലേക്ക് ആനയിക്കാനുള്ളതാണ്, വിളകൾ ദുർഗതിയിലേക്ക് ആഴ്ന്നു പോകുവാനുള്ളതല്ല. വിളകൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ്, ആരോഗ്യ ശോഷണത്തിനായിട്ടല്ല. വിളകൾ സാമൂഹിക ബന്ധങ്ങൾക്ക് പരിപോഷണമേകാനാണ്, ബന്ധങ്ങളെ തച്ചുടയ്ക്കുവാനല്ല. വിളകൾ വെറും ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിൻ്റെ വിത്തും ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറയുമാകുന്നു. അതിനാൽ ക്രിസ്തുവിനാൽ പ്രശോഭിതമായ വിത്തിനെയും അതിൽ നിന്ന് മുതിർന്നിരിക്കുന്ന വിളകളെയും വൃക്ഷങ്ങളെയും ഫലപുഷ്ടതകളെയും നശിപ്പിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഒരു ചാർലി കിക്കിനെ ഇല്ലായ്മ ചെയ്തതുകൊണ്ടോ സുവിശേഷ വക്താക്കളെ തേജോവധം ചെയ്തതുകൊണ്ടോ ദൈവാലയങ്ങൾ ഭസ്മമാക്കുന്നതുകൊണ്ടോ സുവിശേഷ പ്രഘോഷകരെ ജയിലിലടയ്ക്കുന്നതുകൊണ്ടോ കാഠിന്യതയിൽ തളയ്ക്കപ്പെടുന്നതുകൊണ്ടോ നിരായുധരായ സുവിശേഷ പ്രചാരകരെ ആയുധമുനകളാൽ മുറിവേൽപ്പിക്കുന്നതുകൊണ്ടോ ഒളിമങ്ങിപ്പോകുന്ന ദ്യുതിയായിരുന്നു സുവിശേഷമെങ്കിൽ ആദിമ സഭകൾക്ക് നേരിട്ട പീഡനങ്ങൾ തന്നെ എന്നെ ഒതുങ്ങിപ്പോയേനെ. താളുകൾ മറിക്കപ്പെടാത്ത ചരിത്ര പുസ്തകത്തിൽ ഏതെങ്കിലും അധ്യായങ്ങളിൽ ഇരുളടഞ്ഞു പോയേനെ. അടച്ചു വച്ചാലും തുറക്കപ്പെടുന്ന, ഒതുക്കി വച്ചാലും ഭേദിച്ചു വരുന്ന കീഴ്പ്പെടുത്തലുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കാതെ റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന സുവിശേഷമാണ് ഈ സുവിശേഷം. സുവിശേഷത്തെ ഉതിർത്ത് കളയുവാൻ യാതൊരു അന്ധകാര ശക്തികൾക്കോ ആഭിചാര ശക്തികൾക്കോ കഴിയുകയില്ല. കാരണം സുവിശേഷ വിത്തുകൾ കാലത്തിൻ്റെ കാറ്റിൽപ്പെട്ട് ചിതറുമ്പോൾ അതെല്ലാം വിളകളായി സ്വർഗരാജ്യത്തിൻ്റെ മണിമേടകളിൽ പരിലസിക്കും. ആമേൻ.